നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, നിങ്ങളിപ്പോൾ ഉള്ളത് ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനിലാണോ അല്ലയോ, ഇതാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എന്താണ് എനർജി, ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് ഇപ്പോഴത്തെ, ഇത് ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണോ അല്ലയോ, ഇത്രയും കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 3 കളേഴ്സ് എടുത്തേക്കുന്നത് യെല്ലോ, റെഡ്, ബ്ലാക്ക് കേട്ടോ. യെല്ലോ, റെഡ്, ബ്ലാക്ക് 3 കളേഴ്സ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. പിന്നെ ഇത് എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല, ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ഫോഴ്സ് ചെയ്ത് റെസൊനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. യെല്ലോ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. നമുക്ക് ആദ്യം ഒരു ഓറക്കിൾ മെസ്സേജ് നോക്കാം. യെല്ലോ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. കാർഡ് വരട്ടെ, അതുവരെ ചെയ്യാൻ ഞാൻ നമ്മളെടുത്താലെന്തോ എനിക്കൊരു ടാരോ കാർഡ്സ് എടുക്കുന്ന പോലെ അല്ല ഈ കാർഡ്, ഓറക്കിൾ മെസ്സേജ് തന്നെ വരുന്നതാണ് നല്ലത്. സമയമെടുക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒരു കാർഡ് വന്നു. ഹനുമാൻ, ഡെഡിക്കേഷനാണ്. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത. ഫുള്ളായിട്ട് കംപ്ലീറ്റായിട്ട് അതിനകത്തേക്ക് ഇറങ്ങി ചെയ്യുക. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഫുൾ ഡെഡിക്കേഷനിലായിട്ട് ശുദ്ധ ഹൃദയത്തോടു കൂടെ, ശുദ്ധമായ ഉദ്ദേശത്തോടെ, സത്യസന്ധതയോടെ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കാം. ഇത് നിങ്ങളുടെ ഓറക്കിൾ എനർജിയാണ്, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഓറക്കിൾ എനർജി, നിങ്ങൾക്കുള്ള മെസ്സേജാണിത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഓവറോൾ എനർജി ഓറക്കിൾ മെസ്സേജ് മിക്സപ്പ് ആയി പോകും. ഓവറോൾ എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. അപ്പോൾ റിലേഷൻഷിപ്പിലും സത്യസന്ധതയും പിന്നെ ന്യായമായ കാര്യങ്ങൾ ചെയ്യുക, മനസ്സിലായോ? പിന്നെ ശുദ്ധമായ ഹൃദയത്തോടുകൂടെ ഈ റിലേഷൻഷിപ്പിനെ അപ്രോച്ച് ചെയ്യണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഓവറോൾ എനർജി എന്താണ്? ഇതും കാർഡ് കൊടുക്കാൻ പറ്റില്ല ഓവറോൾ എനർജിക്ക്. അതുകൊണ്ടാണ് ഞാൻ വളരെ സൂക്ഷിച്ച് ഒരു കാർഡ് എടുക്കുന്നത്. കാരണം ഇത് നമ്മളുടെ കറണ്ട് സിറ്റുവേഷനൊക്കെ വേണ്ടിയിട്ടുള്ള കാർഡ്സാണ്. അപ്പം ഇതാണ് ചാടിയത്. ഓക്കെ, ജഡ്ജ്മെൻറ്റ്. ഒന്നില്ലെങ്കിൽ ഒരാൾ മറ്റേയാളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും ഏത് നേരവും. മറ്റേയാൾ എന്താണ് ചെയ്യുന്നത് അതിൽ കുറ്റം കണ്ടുപിടിച്ച് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നോ കോൺടാക്റ്റിലാണെങ്കിൽ, അപ്പോൾ നിങ്ങളിതിപ്പോൾ സംസാരിക്കാണ്ടിരിക്കുകയാണ്, ഒരു സെപ്പറേഷനിലാണെങ്കിലൊക്കെ നിങ്ങൾ തമ്മിലൊരു ബോണ്ട് ഉണ്ടാവുമായിരിക്കും മിക്കവാറും. ഇതൊരു റീകൺസിലിയേഷൻ കാർഡാണ്. ജഡ്ജ്മെൻറ്റ് റീകൺസിലിയേഷൻ സിറ്റുവേഷൻ അനുസരിച്ചാണ്. ഇവിടെ റീകൺസിലിയേഷൻ്റെ കാർഡാവാം എന്ന് വെച്ചാൽ തെറ്റുകൾ ഏറ്റു പറഞ്ഞിട്ട് ഒരു മാപ്പ് അപേക്ഷിച്ചിട്ട് രണ്ടാമത് റിലേഷൻഷിപ്പ് കൊണ്ടുപോവുക, അതൊരു ഉദ്ദേശം. രണ്ടാമത് ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക, മനസ്സിലായോ? അല്ലെങ്കിൽ ഒരാൾക്കൊരു മാനസാന്തരം വരിക, ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഒരു ഫൊഗീവ്നെസ്, ഒരു ക്ഷമാപണം, ഒരു എന്താ പറയുക, ക്ഷമാപണം ചെയ്തിട്ട് നിങ്ങൾ ക്ഷമിക്കുക, അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടെ വരുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇതിലാർക്കാണ് കുറ്റബോധം എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവിടെ ഒരു കുറ്റബോധം ഉണ്ടാവാം, അത് നമുക്ക് മുമ്പോട്ടുള്ള റീഡിങ്ങിൽ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് ജഡ്ജ്മെൻറ്റ് കാർഡ് വരുമ്പോഴുള്ള മീനിങ്സ് എന്നാണ് ഞാൻ പറഞ്ഞത്. സ്കോർപിയോ സോഡിയാക് സൈൻ ആണിത്. ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നമുക്ക്. ജഡ്ജ്മെൻറ്റിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 3 of Swords.
അപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഒരു സെപ്പറേഷൻ, ലോ കോൺടാക്റ്റിലായിരിക്കും, ചിലപ്പോൾ ഒരുമിച്ച് ജീവിക്കുകയായിരിക്കും, എന്നാലും ഒരു മനസ്സിനൊരു സന്തോഷമില്ലാത്ത സിറ്റുവേഷൻ. വളരെ വേദനാജനകമായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് ഒരാൾക്ക് ഇവിടെ. മറ്റേ ആൾ ഫാദർ ഓഫ് കപ്സ് ആണ്. ഫാദർ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമോഷണലി സ്റ്റേബിളായ ഒരാളാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പേഴ്സണ് ഈ രണ്ട് എക്സ്ട്രീമിലേക്ക് പോകാം. ദയയാണെങ്കിൽ കംപ്ലീറ്റ്ലി ദയുള്ള ഒരാളായിരിക്കാം, അതല്ലെങ്കിൽ ഭയങ്കര ക്രൂരമായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു എനർജിയാണ് ഈ ഫാദർ ഓഫ് കപ്സ്. ആ പേഴ്സണെ നമ്മളെ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഴ്സൺ നമ്മൾ നേരിട്ട് കാണിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഒളിച്ച് കളിയിലൂടെ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ആ പേഴ്സണെ തോന്നിവാസം പോലെ ജീവിക്കും. നന്നായിട്ട് വെള്ളം അടിക്കുന്ന ആളാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ ഒരിക്കൽ ഒരു വാട്ടർ സൈൻ എന്നോട് പറഞ്ഞത്, ഞാൻ ചോദിച്ചു, നിങ്ങൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും നോക്കുമ്പോൾ, ഇപ്പോൾ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ പ്ലീസ് ചെയ്യാൻ നോക്കുകയാണ്, അവർ നിങ്ങളോടൊരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ആ പേഴ്സൺ കാണുമ്പോൾ അത് ചെയ്യില്ല, കാണാതെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞവരാണ് ഇവർ വാട്ടർ സയൻസ്. എല്ലാവരും ആണെന്നില്ല, ചില പ്ലാനറ്ററി ഇതുപോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ചില ക്യാരക്ടേഴ്സ് ഉള്ളതാണ്. നിങ്ങളുടെ മുമ്പിൽ നല്ല പിള്ള ചമയുകയും നിങ്ങളുടെ പുറകിൽ വേറൊരു മുഖവുമുള്ള ഒരാളാണിത് കേട്ടോ. അപ്പോൾ ഈ ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, അക്വാരിയസ്, ലിബ്ര, ജെമിനി, മറ്റേത് സ്കോർപ്പിയോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. കുറച്ചൊരു കള്ളത്തരമൊക്കെ ഉള്ള പോലെ, ഉള്ളിൽ ഒരു വെച്ചിട്ട് പുറമെ വേറൊന്ന് കാണിക്കുന്ന ഒരു 2 പേര്. ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണോ എന്ന് നമുക്ക് അവസാനത്തെ ചോദ്യമാണ്. ഇനി നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? Knight of Pentacles, 10 of Wands, 2 of Swords, 6 of Pentacles. ഇവിടെ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടോ എന്നൊരു സംശയം. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് പറഞ്ഞാൽ വളരെ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു എനർജിയാണ്, വളരെ സ്റ്റേബിൾ ആയ ഒരു എനർജിയാണ്. തീരുമാനങ്ങൾ, ഒരു യെസ് പറഞ്ഞാൽ യെസ് ആണ് മീൻ ചെയ്യുന്നത്, നോ പറഞ്ഞാൽ നോ ആണ് മീൻ ചെയ്യുന്നത്. ഇവർക്ക് നേരെ വാ നേരെ പോകും, പക്ഷെ മുഖത്ത് നോക്കി പറയും. അവർക്ക് കാരണം അവർക്ക് സമയമില്ല, അവരുടെ സമയത്തിന് ഭയങ്കരമായിട്ട് വില കൽപ്പിക്കുന്ന കുറച്ച് പേരാണ്. അപ്പോൾ ഇവർ നിങ്ങളോട് നോ ആണ് പറഞ്ഞെങ്കിൽ അതിനർത്ഥം നോ ആണ്, ഇവർ യെസ് ആണ് പറഞ്ഞെങ്കിൽ അവരർത്ഥം യെസ് ആണ്. അവർ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. അതുപോലെ ഇവർ കമ്മിറ്റ്മെൻറ്റ് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ, ഞാൻ ഓരോ കാർഡ്സിൻ്റെ കാര്യം പറയാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബന്ധിച്ച് നമുക്കത് അവസാനം പറയാം കേട്ടോ. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടില്ലെങ്കിൽ അവർ ഇതിനെക്കുറിച്ച് തീരുമാനം എടുത്തിട്ടില്ലാണ് കാര്യം. ഇനി ബേർഡൻ ആണ്. 10 of Wands എന്ന് പറഞ്ഞാൽ ഭയങ്കര ബേർഡൻ ആണ്. പക്ഷേ ആ ബേർഡൻ ഒറ്റയ്ക്ക് ചുമലിൽ തൂക്കുന്ന ഒരു എനർജിയാണ് 10 of Wands എന്ന് വെച്ചാൽ. അത് ഒന്നില്ലെങ്കിൽ ആ പേഴ്സണ് ഇത് മറ്റുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആ പേഴ്സണ് ഇത് ഇട്ട് കളയാം. ആ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അത് ഭയങ്കര ബേർഡൻ ആയിട്ട് വരുന്നുണ്ട് ഒരാൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. അങ്ങനെ 2 of Swords ഞാൻ പറയാം, 2 of Swords എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ. ഇത് ലൈഫ് ഓർ ഡെത്ത് ഡിസിഷനാണ്. ഇതോടുകൂടെ എല്ലാം തീരും. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇതിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുക, അതല്ലെങ്കിൽ ഇതിന് പുറത്തോട്ട് പോകാൻ തീരുമാനിക്കുക. അങ്ങനെ ഡിസിഷനാണിത്. വളരെ ഡിഫിക്കൽട്ടായ ഒരു ഡിസിഷനാണ് എടുക്കാനുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ കോൺട്രിബ്യൂഷനും ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷനും ആകാം, 2 പേർക്ക് ചിലവിന് കൊടുക്കുന്ന പോലെ അതുമാവാം. അതല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലെ കോൺട്രിബ്യൂഷൻ ശരിയാവുന്നില്ല. ചിലപ്പോൾ ഇതൊരു മാരീഡ് ആയ ആളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. മനസ്സിലായി? നിങ്ങൾക്ക് ഒരു ഒരാളോട് നിങ്ങൾ റിലേഷൻഷിപ്പ് അയാൾ പക്ഷെ ഓൾറെഡി മാരീഡാണ്, പിള്ളേരുള്ളത്. അപ്പോൾ അയാളുടെ വീട്ടുകാരോടാണ് ആൾക്ക് ഡെഡിക്കേഷൻ കൂടുതൽ. അയാൾ ബ്രെഡ് ക്രം ചെയ്യുന്നു വെച്ചാൽ നിങ്ങൾ തൽക്കാലം നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാതിരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നോക്കും, അല്ലാതെ നിങ്ങളുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് അല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചാരിറ്റി കൊടുക്കുകയാണെങ്കിലും അതിലൊരു കള്ളത്തരം കാണിക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ അയാൾക്ക് ഇഷ്ടമുള്ള അയാളുടെ സ്തുതിപാഠകർക്ക്, സ്ത്രീയോ പുരുഷനോ, സ്തുതിപാഠകർക്ക് ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കും. മറ്റുള്ളവരെ അധികം അങ്ങനെ കൊടുക്കില്ല, പേരിന് അവരെ കുറ്റം പറയാതിരിക്കാൻ വേണ്ടിയിട്ട്, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണത്. അപ്പോൾ നമുക്ക് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യാം. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 7 of Pentacles-ഉം 2 of Pentacles-ഉമാണ്. ഈ പേഴ്സൺ റിലേഷൻഷിപ്പിൽ 7 of Pentacles എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ റിട്ടേൺസ് എനിക്ക് കിട്ടണം, അതിൻ്റെ റിട്ടേൺസ് എനിക്ക് കിട്ടുന്നില്ല, അപ്പോൾ ഒരു ക്ഷമയില്ലായ്മ, അതാണ് 7 of Pentacles കാണിക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്തു പക്ഷെ അതിൽ നിന്ന് റിട്ടേൺസ് കിട്ടുന്നില്ല എന്നൊരു ചിന്ത. 2 of Pentacles എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, വേണോ വേണ്ടയോ, മനസ്സിലായോ എന്ന് തീരുമാനം എടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു എനർജിയാണത്. തീരുമാനം എടുത്തിട്ടില്ല, ഇതിൽ പ്രയോറിറ്റി നോക്കുകയാണ്. ഇതാണോ പ്രയോറിറ്റി, ഇതുകൊണ്ടാണ് എനിക്ക് ഗുണം, ഇതുകൊണ്ടാണ് ഗുണം എന്നൊരു ചിന്ത, എന്നൊരു സിറ്റുവേഷനാണ് വരുന്നത്. ചോയ്സ് ആണത്.
10 of Wandsനെ ക്ലാരിഫൈ ചെയ്യുന്ന ഡെവൽ എനർജി കാപ്രിക്കോൺ. പിന്നെ 5 of Wands റിവേഴ്സ് ആണ്. ഡെവൽ എനർജി എന്ന് പറഞ്ഞാൽ ഒബ്സെസ്ഡ് ആണ്, അതുപോലെ തന്നെ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയ എനർജിയാണ്, അതുപോലെ തന്നെ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന എനർജിയാണ്. സ്വന്തം എൻ്റെ ബെനിഫിറ്റിന് എന്താണ് നല്ലത്, എനിക്ക് ഇതിൽ നിന്ന് എന്താണ് ബെനിഫിറ്റ്, അതാണ് മെയിനായിട്ട് ഇവർ നോക്കുക. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ ബേസിക്കലി ബോൺ ബിസിനസ്സുകാരാണ്. എന്ന് വെച്ചാൽ ബിസിനസ്സുകാരെങ്ങനെയാണ്, ആരെയും മുഷിപ്പിക്കാതെ കൊണ്ടു നടക്കും. മനസ്സിലായോ? അവരുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല, പുറമേ പക്ഷേ അവർ നമ്മളോട് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അതാണ് ഇവിടെ ഒരു എനർജി കാണിക്കുന്നത്. 5 of Wands ഒരു തരത്തിലുള്ള കോൺട്രഡിക്ഷനും വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്ന ഒരാളെന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള ഒരു വാക്കേറ്റമോ കയ്യബദ്ധമോ മീൻസ് അടിയോ ബഹളമോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി വളരെ മാനിപ്പുലേറ്റീവായിട്ട് സിറ്റുവേഷൻ കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടർ. മനസ്സിലായോ? അത് ഇപ്പം നമ്മൾ പറയില്ലേ, ഒരാൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അയാൾ, എന്നിട്ട് ആ ഭാരം ചുമക്കുന്നത്, അയാൾ എന്തുകൊണ്ടാണ് ഭാരം ചുമക്കുന്നത്? ഒന്നില്ലെങ്കിൽ അയാൾക്ക് അത് മറ്റുള്ളവർക്ക് വിധിച്ചു കൊടുക്കാൻ മടിയാണ്. ഇത് കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം, ഇതിൻ്റെ പ്രശസ്തി മുഴുവൻ എനിക്കിരിക്കട്ടെ. രണ്ടാമത് ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടെ ക്രെഡിറ്റ് കിട്ടും. ഓക്കെ, ഞാൻ നെഗറ്റീവ് സൈഡ്സ് പറയാണ്. പിന്നെ ഇത് ചിലപ്പോൾ ഇത് സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരാൾ, നാളെ ഒരിക്കൽ എനിക്കിത് കൂടുതൽ ഭാരമൊക്കെ ഞാൻ ഇതിട്ട് കളയും, പിന്നെ ഇതിനെ ഇപ്പോൾ അത് ആലോചിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ കൺസേൺ ഇല്ലാത്ത ഒരാൾ, അങ്ങനെയുള്ള പല എനർജീസ് ഇവിടെ വരും. ഓക്കെ, 2 of Swordsനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ്. മിസ്ട്രി 9 of Cups. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ഒരാളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ട് ഇത് വർക്കൗട്ട് ചെയ്യില്ല എന്ന്, ഇത് റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകില്ല എന്ന് ഒരാളോട് പറയുന്നുണ്ടെങ്കിൽ മറ്റേ ആൾ ഇല്ലല്ല, ഇതിലപ്പുറം എനിക്ക് ഇതിലും ബെറ്റർ റിലേഷൻഷിപ്പ് എനിക്ക് വരില്ല, അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയും മുമ്പോട്ട് പോകാം എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ട്. എന്നുവെച്ചാൽ ചിലപ്പോൾ കാണാൻ നല്ല ആളായിരിക്കാം, മിക്ക റിലേഷൻഷിപ്പിലും ഇങ്ങനെ പ്രശ്നങ്ങളുള്ള റിലേഷൻഷിപ്പിൽ ഒരാൾ കാണാൻ നല്ലതായിരിക്കും, അയാളായിരിക്കും പല റിലേഷൻഷിപ്പുള്ള ആളായിരിക്കും, പക്ഷേ മറ്റേ ആൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. കാരണം ഫ്രണ്ട്സ് പറയുന്നത് അയ്യോ അയാളെ കാണാൻ, നിൻ്റെ പേഴ്സണെ കാണാൻ എന്തൊരു ഭംഗിയാണ്, അയാൾ എന്തൊരു ഡ്രസ്സിങ് സെൻസാണ്, നല്ല സംസാരം കേൾക്കാൻ എന്ത് രസമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അങ്ങനെ എനിക്ക് വേണ്ട, ഇവിടെ ഇരുന്നോട്ടെ, വേറെ ഒരാളെ കൊടുക്കുന്നില്ല ഇത്രയും വലിയ പെർഫെക്റ്റ് ആയിട്ടൊരു സാധനത്തിന് എന്ന് വിചാരിച്ച് ആ റിലേഷൻഷിപ്പിൽ പിടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ ഫൈൻ, ഞാൻ വെറുതെ കോംപ്ലിക്ക് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഓക്കെ, 6 of Pentaclesനെ ക്ലാരിഫൈ ചെയ്തത് 8 of Swordsഉം ലവേഴ്സുമാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് ഒരാൾക്കൊരു ചിന്തയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും യെസ് ഓർ നോ ആണ് പറയുന്നതെന്ന്. ഇത് സോൾമേറ്റ് കണക്ഷൻ ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്വാൻ ആണ് കാണിക്കുന്നത്, അരയന്നങ്ങൾ പറയുന്നത് അവർ ആകെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുള്ളൂ, ജീവിത പങ്കാളി ഒരു പ്രാവശ്യം ഒരു ചൂസ് ചെയ്യുള്ളൂ. ആ ഒരു കഥ ഞാൻ ജർമ്മനിയിലാണോ എന്ന് അറിയില്ല, യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കണ്ടതാണ്. ഒരു അരയന്നം അല്ലേത്, ഗൂസാണ്, സോറി അരയനല്ല ഗൂസായിരുന്നു ആ പക്ഷി. ഇതും ഗൂസ് തന്നെയാണ്. വർക്ക് ചെയ്യുന്നില്ല തോന്നുന്നു, ബാറ്ററിക്ക് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ. അപ്പോൾ അരയന്നം അല്ല, ഈ ഗൂസ് ഒരു ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇയാൾ നോക്കുമ്പോൾ ഒരു ആൺ ഗൂസും ഒരു പക്ഷിയാണത്. അത് വെള്ളത്തിൽ ജീവിക്കുന്ന പക്ഷികളാണത്. അതുങ്ങൾ മുട്ടയിടുന്നതെല്ലാം വെള്ളത്തിലാണെങ്കിൽ അറിഞ്ഞൂടാ. കുഞ്ഞുങ്ങളെല്ലാം കൂടെ അതൊരു സൈഡിൽ നിൽക്കുക. അപ്പോൾ ദൂരെ കുറച്ച് മാറിയിട്ട് ഒരു മഞ്ഞ് കട്ട പിടിച്ച് അതിനടിയിലൊരു ഗൂസ് ചത്ത് മരവിച്ചിരിക്കുകയാണ് അതിനടിയിൽ. ഈ ഗൂസ് ഇത് വിട്ട് പോവില്ല. അവസാനം ഇയാൾ കുഞ്ഞുങ്ങളെയും ഇതിനെയും കൊണ്ട് പോകും. വേറെ മാറ്റിയെങ്കിലും ഇതൊന്നും ഭക്ഷണം കഴിക്കാണ്ടിരിക്കും. അവസാനം ഇയാൾ ഇതിനെ തുറന്നു വിടും, കുഞ്ഞുങ്ങളെ അവിടെ വയ്ക്കും, തുറന്നു വിടും. 2 ദിവസം കഴിയുമ്പോൾ നോക്കുമ്പോൾ അതിങ്ങനെ മരവിച്ച് ചത്തിരിക്കുന്നു. അപ്പോൾ അതുങ്ങൾ ചില പക്ഷികളും ചില ജീവികൾ, മനുഷ്യരും ചില ജീവികളും ജീവിതത്തിൽ ഒരിക്കലും ഒരാളെ ചൂസ് ചെയ്യുള്ളൂ, പിന്നെ ഒരിക്കലും അവർ വേറെ ആരും ചൂസ് ചെയ്യില്ല. അതിനൊരു എക്സാമ്പിളാണിത്. അപ്പോൾ ഇത് ലവേഴ്സ് കണക്ഷനാണ്. അപ്പോൾ ഇതിൽ ആരോ ഒരാൾ ഇനി എൻ്റെ ജീവിതത്തിൽ വേറൊരാളും വരില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളങ്ങ് വിചാരിച്ച് വെക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇയാൾ മതി, ഇനി വേറെ ആരും വേണ്ട. ഇയാൾ പക്ഷേ സ്വഭാവം നമ്മൾ ഹാപ്പി അല്ല റിലേഷൻഷിപ്പിൽ, മനസ്സിലായി? അപ്പോൾ നമ്മളൊരു വാശിയായിട്ട് മാറുകയാണത്, മനസ്സിലായി? അത് അപ്പോൾ നമ്മൾ ഹാപ്പി അല്ലെങ്കിലും നമ്മൾ ആ റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ലവേഴ്സ് വരുന്നത്. അപ്പോൾ ഇത് ഓവർ തിങ്കിങ് ആണെന്നാണ്, ഒരു ട്രാപ്ഡ് ആണ്.
അപ്പോൾ ഈ ഒരു ചിന്തയുള്ളതുകൊണ്ട് ഒരാൾ ഇതിനകത്ത് ട്രാപ്ഡാണ്. ഇനി വേറെ ആരും വരില്ല, ഇയാളാണ് എൻ്റെ സോൾമേറ്റ്, അല്ലെങ്കിൽ ഈ സ്ത്രീയാണ് എൻ്റെ സോൾമേറ്റ്, അതുകൊണ്ട് എനിക്കിതിന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണിത്. ഒരാൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, മറ്റേ ആൾ ഇതിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്, വിട്ടുകളയാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണോ? നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണോ? എനിക്ക് ഒരു കാർഡാണ് വേണ്ടത്. ഭഗവാൻ 5 ഓഫ് സ്വേർഡ്സ് ആണ്. നോ ആണ് വരുന്നത്. ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ അല്ല. നിങ്ങൾ വിചാരിക്കും, നിങ്ങളുടെ മനസ്സിലാണ് ഇതൊരു ട്വിൻ ഫ്ലെയിം, നിങ്ങളൊരു ലവേഴ്സ് ഇതായിട്ടിരിക്കുക. കാരണം നിങ്ങൾ ഒബ്സെസ്ഡ് ആണ് ഈ പേഴ്സൺ, അതാണ് ഡബിൾ എനർജി. പക്ഷേ ആ പേഴ്സൺ നിങ്ങളെ വെറുതെ മാനിപ്പുലേറ്റ് ചെയ്യാണ് ഇവിടെ, കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെപ്പോഴും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും, എല്ലാത്തിനും കുറവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങളെന്നും നിങ്ങൾക്ക് മനസ്സിന് വിഷമം തരുന്ന ഒരാളാണ്. അതുപോലെ നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ വീട്ടുകാരെയും നിങ്ങളെല്ലാം കുറച്ച് ഏത് നേരവും കുറ്റം പറയുന്ന ഒരാളാണിത്. അതുകൊണ്ടാണ് ജഡ്ജ്മെൻറ്റ് കാർഡ് നമുക്ക് ആദ്യം വന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ തമ്മിൽ ബഹളമാണ്. ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ അല്ല, ഇതൊരു അബാൻഡൻമെൻറ്റിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ഡോട്ടർ ഓഫ് കപ്സ് ആണ്, പേജ് ഓഫ് കപ്സ് ആണ്. വളരെ ഇമ്മച്യൂർഡ് ആയിട്ടുള്ള എനർജിയാണ്. പലരുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ളതാണ്. ഒരാൾ പക്ഷേ ഇതിൽ സ്റ്റക്കാണ്. ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ അല്ല, കേട്ടോ. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇതൊരു അബാൻഡൻമെൻറ്റിലേക്കാണ് പോകുന്നത്. റിലേഷൻഷിപ്പ് അബാൻഡൻമെൻറ്റ് ചെയ്യും. അക്വേറിയസ്, ലിബ്ര, ജെമിനായി, വെർഗോ, പൈസീസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനായി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അത് അങ്ങനെ മിക്കിക്കുട്ടൻ അങ്ങനെ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനായി, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനായി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, സ്കോർപ്പിയോ. ഇത്രയുമാണ് നിങ്ങളുടെ യെല്ലോ സെലക്ട് ചെയ്തൊരു റീഡിങ്. അപ്പോൾ ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ അല്ല, കേട്ടോ. നിങ്ങളത് അങ്ങനെ വിചാരിച്ചിട്ട് ഇതിൽ സർവ്വം സഹിച്ച് നിൽക്കണ്ട. നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട് എപ്പോഴും, കേട്ടോ. അപ്പോൾ ഇനി അടുത്ത റീഡിങ് റെഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് ഞാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാൻ, നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? റെഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് 2 കാർഡ് വീണിട്ടുണ്ട്. ഒന്ന് ക്രോസ് റോഡ്, നിങ്ങളൊരു വഴിത്തിരിവിലാണ്. പിന്നെ ഇപ്പോൾ ഈ മൊമെൻ്റാണ് റൈറ്റ്, ശരിക്കുമുള്ള മൊമെൻറ്റ് ഇതാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുക്കാനോ ഒരു കാര്യം തുടങ്ങാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഇതാണ് റൈറ്റ് മൊമെൻറ്റ്. ഈ സമയത്ത് നിങ്ങൾ തുടങ്ങിയാൽ എല്ലാം നല്ലതാവും. നിങ്ങളൊരു വഴിത്തിരിവിലാണ്. അപ്പോൾ വഴിത്തിരിവിൽ നിന്ന് വേണം നിങ്ങളൊരു തീരുമാനം എടുക്കാൻ, പുതിയൊരു ജീവിതം തുടങ്ങാൻ. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട്. അതൊരു തുടക്കമാണ്, നല്ലൊരു തുടക്കമായിരിക്കും ഇത്. ഇപ്പോഴാണ് നിങ്ങൾ ഈ ഒരു ഇപ്പം നിങ്ങൾ തുടങ്ങുന്ന കാര്യങ്ങൾ സക്സസ്ഫുൾ ആകുമെന്നാണ് പറയുന്നത്. കാരണം അതിൽ ദൈവത്തിൻ്റെ ഒരു നോട്ടം ഉണ്ടാവും. നിങ്ങൾ വളരെ നാളായിട്ട് ആഗ്രഹിച്ച ചില കാര്യങ്ങളാണ് നിങ്ങൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങുന്ന നല്ല സമയത്താണ്. ഇപ്പോൾ നിങ്ങളൊരു വഴിത്തിരിവിലാണ്. അപ്പോൾ നിങ്ങൾ ഒരു പാത്ത് ചൂസ് ചെയ്ത് മുമ്പോട്ട് പോകണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണ് നോക്കുന്നത്. നിങ്ങൾ ആരോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നതിന് അത് പറയാം. കാരണം ഒരാളെ മീറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്, ഒരു കാര്യം തുടങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ കുറേ നാളായിട്ട് ഡിലേ ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പം തുടങ്ങുക. കാരണം ഇതൊരു വഴിത്തിരിവാകും നിങ്ങൾക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റക്കായ എന്തോ സിറ്റുവേഷൻസിലാണ് ഒരു വഴിത്തിരിവാകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്താണ്? ഓക്കെ, സൺ റിവേഴ്സാണ്. ഹാപ്പിനെസ് ഇല്ല, ഒരു ക്ലാരിറ്റി ഇല്ല. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല, ഒരു കൺഫ്യൂഷനാണ്. ചില സമയത്ത് ഭയങ്കര സ്നേഹം, ചില സമയത്ത് ഒരു ബന്ധമില്ലാത്ത, പരിചയമില്ലാത്ത പോലെ പെരുമാറ്റം. മനസ്സിലായോ? അപ്പോൾ അത് ഒരു മൂഡ് സ്വിങ്സ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് പോലെ. എന്ന് വെച്ചാൽ ചില സമയത്ത് നല്ലതാണ്, ചില സമയത്ത് ഒട്ടും കൊള്ളില്ലാത്ത സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്.
ഇപ്പോൾ ഇതെന്ത് ചെയ്യണമെന്നറിയാതെ അന്തം കുന്തം വിട്ട് ഇരിക്കുന്ന ഒരാൾ, ആരോ 2 പേരായിരിക്കാം അല്ലെങ്കിൽ ഒരാളായിരിക്കാം. സൺ കാർഡിന് ലിയോ സോഡിയാക് സൈനാണ്, റിവേഴ്സാണ്. ചിലപ്പോൾ നിങ്ങൾ ഇത് ചിലപ്പോൾ കുട്ടിക്കളിയായിട്ടുള്ള 2 പേരായിരിക്കാം, കുട്ടിത്തരമുള്ള 2 പേരായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റിവിറ്റി, ഡിപ്രഷൻ, മനസ്സിലായോ? അല്ലെങ്കിൽ ഒരാൾക്ക് നല്ല അഹങ്കാരം ഉണ്ടെന്ന് പറയാം. ഓക്കെ, നമുക്ക് നോക്കാം. ക്ലാരിഫൈ ചെയ്തത് 9 ഓഫ് സ്വേർഡ്സും 6 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇത് ഒരാൾക്ക് ചിലപ്പോൾ കോൺട്രിബ്യൂഷൻ, ഒരാൾ മരിച്ച് ഈ റിലേഷൻഷിപ്പിൽ സമയം, പൈസ, സ്നേഹമൊക്കെ എന്താണ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേ ആൾ ഇതിൽ ഒരു ഇതുമില്ല, അങ്ങനെ അങ്ങ് പോട്ടെ, എല്ലാ വിലയും തരുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ ഒരാൾ ഭയങ്കര ഡിപ്രസ്ഡാണ്, ഞാനെല്ലാം ചെയ്യുന്നുണ്ട്, എന്നോടൊരു സ്നേഹവും കാണിക്കുന്നില്ല, ഒരു റെസ്പെക്റ്റും ഇല്ല, ഒരു കെയറും ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ സ്ട്രെസ് ഉണ്ട്. ഇത് ഒരാളുടെ എനർജിയാണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മറ്റേ ആൾ ഇതിനകത്ത് വരുന്നില്ല, അപ്പോൾ അയാൾ ഇത്രയും ഇൻവോൾവ് അല്ലായിരിക്കും റിലേഷൻഷിപ്പിൽ, മനസ്സിലാവണ്ടോ? അപ്പോൾ ഇതുകൊണ്ട് തന്നെ മറ്റേ ഒരാൾക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, തുറന്ന് പറയാനും പറ്റുന്നില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഇതെന്ത് ചെയ്യണം എന്നറിയില്ല, ഒരു ക്ലാരിറ്റി ഇല്ല ഒരു സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് റിലേഷൻഷിപ്പിൽ? നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? എംപ്രസ്, ടവർ, 10 ഓഫ് സ്വേർഡ്സ്, ക്വീൻ ഓഫ് സ്വേർഡ്സ്, പേജ് ഓഫ് സ്വേർഡ്സ്, ചാരിയറ്റ്. റൈറ്റ്. അപ്പോൾ എംപ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്നേഹമുള്ള ഒരു മദർ എനർജിയാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ചില സമയത്ത് എംപ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എംപ്രസും നല്ലതാവണം, ചക്രവർത്തിനിമാരും നല്ലതാവണമെന്നില്ല. ഇവരില്ലാത്ത ചക്രവർത്തിനിമാരാണെങ്കിൽ എല്ലാവരുടെയും മെക്കിട്ട് കയറും, എന്നെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം, ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം, ഞാൻ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ചക്രവർത്തിനിയാണെങ്കിൽ അത്ര വലിയ ഗുണമില്ലാത്ത ചക്രവർത്തിനിയായിരിക്കും. അപ്പോൾ ഇത് ഒരു മദർലി എനർജിയാണ്. ഇഷ്ടംപോലെ പൈസയുണ്ട്, ഇത് ഒരു അമ്മയാണ്, ഭാര്യയാണ്, അങ്ങനത്തെ ഒരു എനർജിയാണ്. ടവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് ഭയങ്കര ഒരു അത്യാഹിതം സംഭവിക്കുക, അതാണ് ടവർ മൊമെൻറ്റ്. 10 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചീറ്റിങ്ങും വളരെ കെയർ ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ് അവസാനിക്കുന്നു, അതാണ് 10 ഓഫ് സ്വേർഡ്സ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ക്വീൻ ഓഫ് സ്വേർഡ്സ് ആണ്. ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, മുഖം നോക്കാതെ നടപടി എടുക്കുന്ന ഒരു ഫീമെയിൽ എനർജിയാണ്, വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. അവർ ആരെ അടുപ്പിക്കണം, ആരോട് സംസാരിക്കണം, ആരോട് സംസാരിക്കേണ്ട, വളരെ ക്ലിയർ മൈൻഡഡ് ആയിട്ടുള്ള ഒരു എനർജിയാണത്. പേജ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ സ്പൈ ആണ്, മെസ്സഞ്ചറും സ്പൈയുമാണ്. പേജസ് എല്ലാം യങ് എനർജീസാണ്, അവർ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി സ്പൈ ചെയ്തുകൊണ്ടിരിക്കും മറ്റേ ആൾ. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ മുമ്പോട്ടുള്ള ഒരു മൂവ്മെൻ്റാണ്, പ്രോഗ്രസ്, ഇൻറ്റർനേഷൻ, ഒരു മനസ്സ് കൺട്രോൾ ചെയ്തിട്ട് ഒരു ഡയറക്ഷനിലേക്ക് സർവ്വധൈര്യവും ഉപയോഗിച്ച് ഇറങ്ങുക, മുമ്പോട്ട് പോവുക, അതാണ്. അപ്പോൾ ഒരാൾ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്താണ് സിറ്റുവേഷൻ. എംപ്രസിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ജസ്റ്റിസ് ആണ്. അപ്പോൾ ഇതൊരു പഴക്കം ചെന്നൊരു റിലേഷൻഷിപ്പാണിത് കേട്ടോ, ഭാര്യയും ഭർത്താവുമായിരിക്കാം. അപ്പോൾ ഇവിടെ ഹാർട്ട് ബ്രേക്കാണ്, എപ്പോഴും ഇവർക്ക് മനസ്സിന് ദുഃഖമാണുള്ളത് ഈ എനർജിക്ക്. ഇവിടെ ഡിവോഴ്സിനൊക്കെ പ്ലാൻ ചെയ്ത് ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വക്കത്തിരിക്കുന്നത്. അപ്പോൾ ഒരാൾ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും ഇവരത് കൊടുത്തിട്ടില്ല. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ്യൂഷനാണ്. ടവർ മൊമെൻറ്റിലേക്ക് പോകുന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ആർക്കും ഉണ്ട്. അപ്പം നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയാണ്, ഒരു ടവർ മൊമെൻറ്റിന് വേണ്ടി ഒരു നല്ലൊരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നുണ്ട് റിലേഷൻഷിപ്പിൽ. നിങ്ങളെ ഒന്നില്ലെങ്കിൽ ആ പ്രശ്നം കഴിഞ്ഞു, അല്ലെങ്കിൽ വരാൻ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഫാദർ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വർക്കഹോളിക്, ജോലി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു എനർജിയാണ്. വർക്കഹോളിക്കാണ് ഒരു എനർജി കേട്ടോ. അപ്പോൾ അയാളാണ്, ആ പേഴ്സണും ആണ് ഒരു ടവർ മൊമെൻറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു മിസ്റ്ററി വുമൺ ഇതിനകത്ത് ഉണ്ടാവണം, അവരായിരിക്കും ടവർ മൊമെൻറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു തേർഡ് പാർട്ടി ഒരു 6 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്, നോക്കാം നമുക്ക്. 10 ഓഫ് നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ ഇതൊരു ട്രാവലിംഗ് ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ ഈ പേഴ്സൺ പോകുന്നിടത്തെല്ലാം റിലേഷൻഷിപ്പ് വയ്ക്കും, പൈസ നഷ്ടപ്പെടുത്താറുണ്ട് പലരുടെ. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ജോയിൻറ്റ് ബിസിനസ്സാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഉണ്ടാക്കുന്ന പണത്തിലൊരു ഭാഗം എവിടെയോ കാണാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ പല നുണകളും അവർ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു സംശയം കൊണ്ടിട്ട് ഒരു തേർഡ് പാർട്ടി ഉണ്ട്, ആ തേർഡ് പാർട്ടിക്കാണ് ഈ പണം മുഴുവൻ പോകുന്നതെന്ന്. അപ്പോൾ പണം നഷ്ടമാകുന്നുണ്ട് ഇവിടെ കേട്ടോ.
അപ്പോൾ അതിനൊരു തീരുമാനമാകണം, അതിന് വേണ്ടി സ്റ്റാൻഡ് എടുത്തേക്കുന്ന ഒരു എനർജി ആയിരിക്കാം, നിങ്ങളുടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആയിരിക്കാം. പേജ് ഓഫ് കപ്സും 2 ഓഫ് സ്വേർഡ്സും. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഗോസിപ്പ് കേൾക്കുന്നുണ്ട്, മറ്റുള്ളവർ നിങ്ങളോട് വന്ന് പറയുന്നുണ്ട് ഈ പേഴ്സണ് വേറെ ആരോട്ടോ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ സ്പൈ ചെയ്യുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. പക്ഷേ ഈ പേഴ്സൺ പഠിച്ച കള്ളനോ പഠിച്ച കള്ളിയോ ആയതുകൊണ്ട് നിങ്ങളോട് നുണയാണ് പറയുന്നത് മൊത്തത്തിൽ. അപ്പോൾ വളരെ വിശ്വാസയോഗ്യമായ നുണയ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് സത്യം അറിയില്ല, അതിൻ്റെതായ സ്ട്രെസ്സ് നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ഷുവറാണ്, എവിടുന്നോ ഇനി കുറേ പണം ഇവിടുന്ന് പോകുന്നുണ്ട്. അതാണ് ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത്. പണനഷ്ടം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന് ഒന്നില്ലെങ്കിൽ ഇതിന് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടണം. അതാണ് ഇവിടെ നിങ്ങളൊരു വഴിത്തിരിവിലാണെന്ന് ഓറക്കിൾ മെസ്സേജ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ന്യൂ ബിഗിനിങ്ങിന് പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ഇതിവിടെ നിർത്തുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സത്യം കണ്ടുപിടിക്കാനായി ഇതിപ്പോൾ ആക്ഷൻ എടുക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ പക്ഷേ റെസ്റ്റ് എടുക്കുകയാണ്. നിങ്ങളൊരു ആക്ഷനും എടുക്കുന്നില്ല. നിങ്ങൾക്ക് പുതിയൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നിർത്തിയിട്ട് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എല്ലാം പറഞ്ഞ് തീരുമാനമായിട്ട് പുതിയതായിട്ട് തുടങ്ങണം, റീകൺസിലിയേഷൻ ചെയ്യണം ഭർത്താവും ഭാര്യയും തമ്മിൽ, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും തമ്മിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആക്ഷനൊന്നും എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ആക്ഷൻ എടുക്കാത്ത? പേടിയായത്? നിങ്ങൾ ഇൻസെക്യൂർ ആയതുകൊണ്ടാണോ? ചിലപ്പോൾ സത്യം ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാലോ അതൊരു പേടിയാണ് ചിലർക്ക്, അല്ലേ? അറിയാതിരിക്കുന്ന എത്രയും കാലം പ്രശ്നമില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇരട്ടി വേദനയാവില്ലേ എന്നൊരു പേടിക്കുന്നൊരിത്. ഇനി ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങൾ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണോ എന്നാണ്. ഞാനൊരു കാർഡ് എടുക്കുകയാണ്. 2 ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത്. 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്, ഇത് പെർഫെക്റ്റ് ആണ്, ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിന് പോകാൻ പറ്റാത്തത്. പക്ഷേ ട്വിൻ ഫ്ലെയിം, ഇന്നലെ എന്നോടൊരു ചോദ്യം ചോദിച്ചായിരുന്നു, ട്വിൻ ഫ്ലെയിം കണക്ഷൻ എല്ലാം എങ്ങനെ പോയാലും തിരിച്ചു വരില്ലേ എന്നാണ് പറയുന്നത്. പക്ഷേ ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോണ്ട് ഉണ്ടാവണം എന്നുണ്ട്. നമ്മൾ എല്ലാ റിലേഷൻഷിപ്പിലും നമുക്ക് പലരുമായിട്ട് സ്നേഹമാകാം, പക്ഷേ അതെല്ലാം വിവാഹത്തിൽ കലാശിക്കണം എന്നില്ല. മനസ്സിലാവുണ്ടോ? ഈ വിവാഹം കഴിക്കുന്ന ആളെ നമ്മൾ സ്നേഹിക്കണം എന്നില്ല, അതുപോലെ സ്നേഹിക്കുന്ന ആളെ നമ്മൾ വിവാഹം കഴിക്കണം എന്നില്ല, അതൊരു ഫാക്റ്റാണ്. പക്ഷേ ഈ വിവാഹം കഴിക്കാത്ത ആളുമായിട്ട് നമുക്കൊരു ബോണ്ട് ഉണ്ടാവും, അത് നമ്മളെന്നും കാണുന്നില്ല. വഴക്കുണ്ട്, ബഹളമുണ്ട്. പിന്നെ ചോദിച്ചത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് അത് എന്തുകൊണ്ടാണത്? ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ മനസ്സിലായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണോ? അപ്പോൾ ഇത് യെസ് വന്നു, ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്. പക്ഷെ നമ്മൾ ഡയറക്റ്റ് അല്ല, കാർഡ്സ് ആണ് വരുന്നത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ. രണ്ടുപേരും ഒരേ മനസ്സുള്ള 2 പേര്, അപ്പോൾ നമ്മൾ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്ന് പറയും. പക്ഷേ ഇതിൽ 2 പേരും ഒരേ മനസ്സാണെന്ന് ഒരാൾ വിചാരിക്കുന്നതായിരിക്കാം, മറ്റേ ആൾക്ക് അങ്ങനെ വേണമെന്നില്ല. മറ്റേ ആളുടെ എനർജി നോക്കുമ്പോഴാണ് അയാൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. ഇതിപ്പോൾ നിങ്ങളുടെ എനർജി ആണെങ്കിൽ, ഈ റീഡിംഗ് അല്ല, ഞാൻ വേറെ ജനറൽ റീഡിങ്ങിൻ്റെ കാര്യം പറയുന്നത്, പല റീഡിങ്ങിൻ്റെ കാര്യമാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ എനർജിയിലാണ് ഇതുവരെ നിങ്ങളാണ് വിചാരിക്കുന്നത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്ന്. ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവണം എന്നില്ല, നിങ്ങളുടെ മനസ്സിലായിരിക്കും. പക്ഷേ ഈ റീഡിങ്ങിൽ ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണോ അല്ലയോ എന്ന്. ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതുപോലെ എല്ലാ ട്വിൻ ഫ്ലെയിം കണക്ഷനും എല്ലാ സോൾമേറ്റ് കണക്ഷനും ഹാപ്പി റിലേഷൻഷിപ്പ് ആവണം എന്നില്ല, ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ആ ബോണ്ട് വിട്ടു പോവില്ല, അത്രയേ ഉള്ളൂ. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരും, പിന്നെയും പ്രശ്നവും കറങ്ങി തിരിഞ്ഞ് വരും. ഇത് തന്നെ പരിപാടി കേട്ടോ. അപ്പോൾ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെങ്കിലും പ്രശ്നമാണെങ്കിലും ചിലർ അഡ്ജസ്റ്റ് ചെയ്യും, ചിലർ വേണ്ടാന്ന് വയ്ക്കും, അത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ വീടിന് മുമ്പിൽ മരം വളർന്നത് വീടിന് തന്നെ ശാപമായിട്ട് വന്നാൽ നമ്മൾ വെട്ടിക്കളയും മരം, അല്ലേ? അതേ ഒരു പോംവഴിയുള്ളൂ. അല്ലാതെ മരം വീഴട്ടെ ഞാൻ ചാവാൻ റെഡിയാണ് എന്ന് പറഞ്ഞിരിക്കാൻ അത് മണ്ടത്തരമാണ്. അപ്പോൾ അതൊക്കെയാണ് സിറ്റുവേഷൻ, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് വരും. ഇവിടെ ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് ഈ റീഡിങ്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത്, മനസ്സിലാവണ്ടോ? ഹാപ്പിനെസ് ഇല്ല, എല്ലാം നിങ്ങൾക്കറിയാം, എന്നാലും നിങ്ങൾക്ക് ഇതിന് വിട്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ okay, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Aries, Aquarius, Cancer, Virgo, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Virgo, Pisces, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Libra, Aquarius, Libra, Gemini, Scorpio, Taurus, Libra, Leo. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ റീഡിങ് കഴിഞ്ഞു. ഇനി ഞാൻ ഫൈനൽ റീഡിങ്ങിലേക്ക് പോവുകയാണ്. ഫൈനൽ റീഡിങ് ബ്ലാക്ക്.
അപ്പോൾ ബ്ലാക്കിൻ്റെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. നമുക്ക് നോക്കാം ഭഗവാനെ ഓറക്കിൾ മെസ്സേജ്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. കേദാർനാഥ്, എംബ്രേസ് ചേഞ്ച് ഓഫ് പ്ലേസ് വിത്ത് കോഷൻ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരാൾ വരികയാണെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്തെങ്കിലും വ്യത്യാസം, ഒരു പുതുമ, സാധാരണ പെരുമാറുന്ന പോലെ അല്ല പെരുമാറുന്ന വേറൊരു ടൈപ്പ് ബിഹേവിയർ, അതല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകുകയാണ്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഒരു പുതുമ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് എക്സൈറ്റഡ് ആവും. നമുക്ക് പുതുമ വരുമ്പോൾ, പക്ഷെ അതൊന്ന് കോഷ്യസ് ആയിട്ട് കുറച്ച് ശ്രദ്ധയോടെ അതിനെ ഡീൽ ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ഓക്കെ, കൃത്യമായിട്ട് പറഞ്ഞു. ദി എംപ്രസ്. എംപ്രസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇത് ചിലരുടെ ലൈഫിൽ അവരുടെ അമ്മയ്ക്കോ അച്ഛനോ ചേച്ചിക്കോ ആരോ ഒരു സ്ത്രീ, സ്ട്രോങ് ആയൊരു സ്ത്രീയാണിത്. അവരുടെ കൺട്രോളിലായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ. മനസ്സിലായി? എംപ്രസ് എന്ന് പറഞ്ഞാൽ ഒരു അമ്മയാണ്, ഒരു ചക്രവർത്തിനിയാണ്, എല്ലാം അടക്കി ഭരിക്കുന്ന ഒരാളാണ്. നാച്ചുറിങ്, കെയറിങ്, വളരെ ഫെമിനിനായ ഒരാളാണ്. നല്ലോണം അക്കംപ്ലിഷ്ഡ് ആയ, ഇഷ്ടംപോലെ പണമുള്ള, പ്രശസ്തിയുള്ള ഒരാളാണിത്. ഓക്കെ, എംപ്രസ് ടോറസ് ലീബ്ര സോഡിയക് സൈനാണ്. ക്ലാരിഫൈ ചെയ്യുന്ന ഏസ് ഓഫ് വാൻസ്, വളരെ പാഷനറ്റ് ആയ, എല്ലാ കാര്യങ്ങളിലും ചാടിപ്പുറപ്പെടുന്ന, എല്ലാത്തിലും എൻ്റെ ഒരു ഇത് വേണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ്. ഇവിടെ 10 of Swords റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു സിറ്റുവേഷൻ അവസാനിച്ചു, എന്നാൽ ഇത് അവസാനിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല, ഈ എനർജി. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കൺട്രോൾ വേറെ ആരുടെയോ കയ്യിലാണെന്ന് തോന്നുന്നു. 10 of Swords എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ്, ഒരു സിറ്റുവേഷൻ, വളരെ പെയിൻഫുൾ ആയ സിറ്റുവേഷൻ്റെ അവസാനം. പക്ഷേ ഇവർ ആ സിറ്റുവേഷൻ അവസാനിക്കാൻ സമ്മതിക്കുന്നില്ല. പറഞ്ഞ് സമാധാനിപ്പിച്ച് കണക്കിന് നിങ്ങളെ ഒരുമിക്കുമ്പോഴത്തേക്കും ഇവർ ആ ഇടങ്കോലിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നം പൊക്കിക്കൊണ്ടുവരും. അപ്പോൾ ആ ഒരു നിങ്ങൾ തമ്മിലുള്ള അകൽച്ച അത് കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചെകുത്താൻ്റെ കണ്ണുണ്ടെന്നാണ് പറയുന്നത്. ഏത് നേരവും അടിയും ബഹളമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഭയങ്കര ബഹളമാണ്, എപ്പോഴും അടിയും ബഹളവും. ഒരാൾ ഇതിനകത്തൊന്നും ഇൻവോൾവ് ആവാണ്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ, പക്ഷേ ഏത് നേരവും ബഹളമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഒരു ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന ഒരു എനർജി ഉണ്ട്. പിന്നെ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നത്, നിങ്ങൾ ശരിക്കും ഇതിനകത്ത് ട്രാപ്പ് ചെയ്ത പോലെയാണ്. പക്ഷെ മറ്റേ നിങ്ങൾ കൂടെയുള്ള ആൾ ഇതൊന്നും മനസ്സിലാക്കാതെ വളരെ ആ പേഴ്സൻ്റെ തന്നെ ഒരു ലോകത്താണ് ആ പേഴ്സൺ ജീവിക്കുന്നത്. ചുറ്റും ഭയങ്കര ബഹളമാണ്, ഭയങ്കര കോമ്പറ്റീഷനും പിടിവലിയും, ഒരു കാര്യത്തിലും സ്വരച്ചേർച്ചയില്ല, ഒന്നുമില്ല. അതുപോലെ വളരെ ഒബ്സെഷനും വളരെ കൺട്രോളിങ് ആയിട്ടുള്ള ഒരു എനർജിയാണിത്. എന്നുവെച്ചാൽ നിങ്ങളെ എങ്ങനെയെങ്കിലും അടിച്ച് പുകച്ച് പുറത്ത് ചാടിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു എനർജി ഇവിടെയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. സ്ട്രെങ്ത് കാർഡിനെ ക്ലാരിഫൈ, അത് ലിയോ സോഡിയാക് സൈനാണ്. സ്ട്രെങ്ത് കാർഡിനെ ക്ലാരിഫൈ ചെയ്യുന്നത് വളരെ ഒരു എന്താ പറയുക, ചില നമ്മളെ സീരിയലുകളിൽ കാണില്ലേ, ചിലർ ഭയങ്കര ശുദ്ധയാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ സ്നേഹം അഭിനയിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ചില ആളുകളുണ്ട്. അതിലൊരു ക്യാരക്ടറാണ് ഈ
എംപ്രസ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രെങ്ത് കാർഡിലും അത് തന്നെയാണ്. കൺട്രോൾ, നമ്മൾ സ്നേഹം അഭിനയിച്ച് കൺട്രോളിൽ വെക്കില്ലേ. മക്കളുടെ മുമ്പിൽ ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും, പക്ഷേ മരുമക്കൾക്ക് നല്ല പണിയും കൊടുക്കുന്ന ചില എനർജീസ് ഉണ്ട്. അതുപോലത്തെ ഒരു ക്യാരക്ടർ ഇവിടെ കാണിക്കുന്നുണ്ട്. സ്ട്രെങ്ത് കാർഡിനെ ക്ലാരിഫൈ ചെയ്ത പേജ് ഓഫ് വാൻസും 9 ഓഫ് വാൻസുമാണ്. പേജ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചിലർ മക്കളെ അവരുടെ ചിറകിൻ്റെ കീഴിൽ വളർത്തിക്കൊണ്ടുവരും. ആ മക്കൾ അവസാനം അവർ ഒന്നിനും കൊള്ളാത്തവരായി പോകും. മനസ്സിലാവുണ്ടോ? എല്ലാവരും അല്ല, ചിലരത് റെസിസ്റ്റ് ചെയ്ത് പോകും, ചിലർ അതിനകത്ത് പെട്ട് അതൊരു കംഫർട്ടാണ്. എല്ലാം മറ്റുള്ളവർ നോക്കുന്നുണ്ട്, കുഴപ്പമില്ല. എല്ലാ തീരുമാനങ്ങളും, കല്യാണം കഴിക്കുന്നത് വീട്ടുകാരുടെ തീരുമാനത്തിന്, എല്ലാത്തിനും വീട്ടുകാരുടെ തീരുമാനം നോക്കുമ്പോൾ സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ല. അപ്പോൾ അവിടെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ, കല്യാണം കഴിച്ച് വരുമ്പോൾ അവർക്ക് അത് പ്രശ്നമായിട്ട് മാറാൻ വേണ്ട അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോഴും മകൻ കുഞ്ഞാണ് എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ശുദ്ധനായതുകൊണ്ടും ശുദ്ധയായതുകൊണ്ടും നിങ്ങൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം, മാറുമായിരിക്കാം സിറ്റുവേഷൻ എന്ന് നിങ്ങൾ വിചാരിക്കും. നിങ്ങൾക്ക് സ്നേഹമുണ്ട്, ആ ഒരു സ്നേഹത്തിൻ്റെ ഇതിലാണ് നിങ്ങൾ ഇതിനകത്ത് പെട്ട് കിടക്കുന്നത്. 8 ഓഫ് സ്പോർട്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന 8 ഓഫ് സ്പോർട്സ്. കാരണം നിങ്ങൾക്ക് ഈ പേഴ്സണെ വിട്ടിട്ട് പോകാൻ പറ്റില്ല, അത്ര സ്നേഹമാണ്. അതുകൊണ്ടാണ് നിങ്ങളിവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ ഒരു ശുദ്ധനാണ് അല്ലെങ്കിൽ ശുദ്ധയാണ്, അവർക്ക് ഒന്നും അറിയില്ല. അപ്പോൾ ഫാദർ ഓഫ് വാൻസ്, ഇവിടുത്തെ ഒരു പാരൻസിൻ്റെ കൺട്രോളിൽ നിൽക്കുന്ന ഒരാളാണിത്. ഒരു ടവർ മൊമെൻ്റ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു ടവർ മൊമെൻ്റ് വരും. അപ്പോഴാണ് ഈ പേഴ്സണിന് കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സൺ അന്തം വിടാൻ പോകുന്നത്. കാരണം അപ്പോഴാണ് കുറേ കാര്യങ്ങൾ വെളിവാകാൻ പോകുന്നത്. അതായിട്ടില്ല എന്ന് തോന്നുന്നു, അത് വരാൻ പോകുന്നുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ ഓൾറെഡി വന്നിട്ടുണ്ടാകും. ഒരു ടവർ മൊമെൻറ്റ് വന്നാലേ ഈ പേഴ്സൺ ഉറക്കത്തിൽ നിന്ന് ഉണരുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 4 ഓഫ് കപ്സ് 4 ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സാണ്. അപ്പോൾ പൈസയ്ക്കൊന്നൊരു ബുദ്ധിമുട്ടില്ല, പൈസയൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ജോലിക്ക് പോകണ്ട എന്നുള്ള ഒരാൾ. ഇവിടെ 5 ഓഫ് വാൻസിന് ക്ലാരിഫൈ ചെയ്ത് 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 9 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് ഒരു, അപ്പോൾ സെൽഫ് സഫിഷ്യൻ്റ് ആയ ഒരു എനർജി. അപ്പോൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അറിയുമ്പോൾ നമ്മളുടെ കാര്യം സ്വയം നോക്കും അല്ലേ. നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആകും, നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നെത്താനും ചെയ്യാൻ പറ്റും. അതൊരു സർവൈവലിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ നടത്തുന്ന, മാരീഡ് ആണെങ്കിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇപ്പോഴും സിംഗിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് ആരുമില്ല, നിങ്ങളുള്ള സ്ഥലത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ല. എല്ലാവരും എതിരാണ്, എല്ലാവരും ഏതൊരു ബഹളമാണ്, നിങ്ങൾ ചെയ്യുന്ന എല്ലാം തെറ്റാണ്. അപ്പം നിങ്ങൾ തന്നെത്താനെ ഒരു സ്ട്രോങ് ആയിട്ട് വരികയാണ്. നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആണ്. നിങ്ങളായിരിക്കും ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇവിടെ ഒരു 2 ഓഫ് വാൻസ് കാണിക്കുന്നുണ്ട്. 2 ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പ്ലാൻ ഒന്നും ഇവിടെ ശരിയാവുന്നില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കണം, നിങ്ങൾ തമ്മിൽ തെറ്റിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജി ഉണ്ട്. പല എനർജികളുണ്ട് ഇവിടെ, കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ കാപ്രിക്കോൺ ഡെവിൾ എനർജിയെ ക്ലാരിഫൈ ചെയ്യുന്നത് 7 ഓഫ് വാൻസ് ആണ്. 7 ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ഡിഫെൻസീവ് ആണ്. പിന്നെ മജിഷ്യൻ, മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നാണ് ഈ ഡെവിൾ എനർജി പറയുന്നത് കേട്ടോ. ഇതൊരു ഡെവിൾ എനർജി തന്നെയാണ്. ആ ഡെവിൾ എനർജിയുടെ കൺട്രോളിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണോ? ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴേ സ്ഥലം വിട്ടാലോ? 9 ഓഫ് പെൻറ്റിക്കിൾസ്, യെസ്, ഇത് ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് കേട്ടോ. നിങ്ങൾ ഇതിനെ സർവൈവ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, വന്ന് കയറിയപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ അവിടുത്തെ അടവുകളെല്ലാം എങ്ങനെ ജീവിക്കണം, പുതുമയുണ്ടായിരുന്നു, അതാണ് പറഞ്ഞത്. എംബ്രേസ് ചേഞ്ച് ഓഫ് പ്ലേസ് വിത്ത് കോഷൻ. അപ്പോൾ നിങ്ങളൊരു സ്ഥലത്തുനിന്ന് നിങ്ങളെ പറിച്ചു നടുകയാണ് ചെയ്തത് ഈ ഒരു ഫാമിലിയിലേക്ക്. ഇവിടെ വന്നപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങളാണ്. ആദ്യം നിങ്ങൾ അന്തം വിട്ടു പോയി, എന്ത് ചെയ്യണം, ഓടിപ്പോയാൽ മതി എന്നായിപ്പോയി നിങ്ങൾക്ക്. പക്ഷേ നിങ്ങളവിടെ പിടിച്ചു നിന്നു, മനസ്സിലായോ? അപ്പോൾ നിങ്ങളിപ്പോൾ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഉപേക്ഷിക്കാത്തത്. അപ്പോൾ നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ്, നിങ്ങൾക്ക് എല്ലാ കാര്യം സ്വയം ചെയ്യാൻ അറിയാം. ഇപ്പോൾ നിങ്ങൾ 2 കാലിൽ നിൽക്കുകയാണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, റിലേഷൻഷിപ്പ് ഫാമിലിയിലും നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അത്രയും സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് കിട്ടി. ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് പോകാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴേ സ്ഥലം വിടേണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ റീഡിംഗ്. സോഡിയാക് സൈൻ പറയാം. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. കാപ്രിക്കോൺ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, Scorpio, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Leo, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Taurus, Libra.
ഇത്രയുമാണ് സോഡിയാക് സൈൻ. ഇതോടെ ഇന്നത്തെ റീഡിംഗ് തീരുകയാണ്. ഇനിയൊരു റീഡിങ്ങുമായി വീണ്ടും വരാം. ബൈ ബൈ.